ഹലോ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ +1 ഫിസിക്സിലെ പാഠഭാഗങ്ങൾ ഓരോന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ചാപ്റ്ററായ ഫിസിക്കൽ വേൾഡ് കഴിഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, ദെൻ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്റേഴ്സൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ലോസ് ഓഫ് മോഷൻ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാവും. ഇപ്പോൾ അഞ്ചാമത്തെ ചാപ്റ്ററാണ് ആക്ച്വലി ലോസ് ഓഫ് മോഷൻ. അത് കഴിഞ്ഞ് വരുന്ന ആറാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് വർക്ക്, എനർജി ആൻഡ് പവർ. നമ്മൾ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് ഓരോന്നായിട്ട് നമ്മൾ പഠിച്ച് നമ്മുടെ ജൈത്രയാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ ആറാമത്തെ ചാപ്റ്റർ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +1 NCERT ടെക്സ്റ്റ് ബുക്കിലെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 6th ചാപ്റ്റർ വർക്ക്, എനർജി ആൻഡ് പവർ എന്നുള്ള ചാപ്റ്ററാണ്. So the name of the chapter is work, and power. ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്, വർക്ക്, എനർജി ആൻഡ് പവർ. നിങ്ങളോട് മുമ്പേ പറയാറുള്ളത് പോലെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഫിസിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും CBSE സിലബസ് ആണെങ്കിലും 9th ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് +1 ഫിസിക്സ് കോഴ്സ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഡീൽസ് വിത്ത് മെക്കാനിക്സ്, മോഷൻ ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റിലേറ്റഡ് തിങ്സ്. അതിനെ പറ്റിയിട്ടാണ് നമ്മളെപ്പോഴും ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ മോഷൻ എന്താണെന്ന് പഠിച്ചു, സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷൻ പഠിച്ചു, പ്ലെയിനിലുള്ള മോഷൻ പഠിച്ചു. എന്നതിന് ശേഷം മോഷൻ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കാരണമെന്ത് എന്നുള്ളതിനെ പറ്റി 5ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു. ദ റീസൺ ഫോർ മോഷൻ ഇസ് ഫോഴ്സ്. ഫോഴ്സാണ് ഒരു വസ്തു ചലിക്കുവാനുള്ള റീസൺ, കാരണം. ഒരു വസ്തുവിൻ്റെ മുകളിൽ ഈ പറയുന്ന ഫോഴ്സ് അനുഭവപ്പെട്ടെങ്കിൽ മാത്രമേ, എക്സ്റ്റേണലായ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്റ്റഡ് ആയാൽ മാത്രമേ ഈ വസ്തു ചലനം എന്ന് പറയുന്ന അവസ്ഥയിൽ ആയിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചലിക്കുന്ന അവസ്ഥയിൽ നിന്നും എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. ഫോഴ്സാണ് അതിന് കാരണം. ഇപ്പോൾ ഫോഴ്സാണ് മോഷൻ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കാരണമെന്ന് മനസ്സിലായി. ഒരു വസ്തുവിന് മുകളിൽ ബലം പ്രയോഗിച്ചാൽ, എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാക്കിയാൽ ആ വസ്തുവിന് ആക്സലറേഷൻ ഉണ്ടാകുന്നു. ആ ആക്സലറേഷൻ്റെ കോൺസിക്വൻസസ് ആയി വെലോസിറ്റി ചേഞ്ച് ആൻഡ് ഹെൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഇൻ ദ ലാസ്റ്റ് ചാപ്റ്റർ. ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, വർക്കാണ്. ഒരു വസ്തുവിൻ്റെ മുകളിൽ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ ആ ബലം പ്രയോഗിച്ച പോയിന്റ്, അതിനൊരു പേര് പറയും, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് പോയിന്റ് ഓഫ് application of force. ബലം പ്രയോഗിക്കപ്പെട്ട പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ഈ പോയിന്റിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ ഫോഴ്സ് ഉപയോഗിച്ച് ഒരു വർക്ക് ഉണ്ടായി എന്ന് പറയാനായിട്ട് സാധിക്കും. ലിസൺ, ഐ എം ടോക്കിംഗ് അബൌട്ട് വർക്ക്. എന്താണ് വർക്ക് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇൻ ഫിസിക്സ് വർക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ സാമാന്യ അർത്ഥം പ്രവൃത്തി എന്നാണ്. പ്രവൃത്തി മലയാളത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴാണ് പ്രവൃത്തി ഉണ്ടാകുന്നത്? പ്രവൃത്തി ചെയ്യുന്നതായി എപ്പോൾ കണക്കാക്കാം? എന്താണ് പ്രവൃത്തി? ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യ ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, ഒരു വസ്തുവിൻ്റെ മുകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ബലം പ്രയോഗിക്കുമ്പോൾ ആ ബലം പ്രയോഗിച്ച പോയിന്റിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഫോഴ്സ് ഉപയോഗിച്ച് ഒരു പ്രവൃത്തി നടന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിലൊരു വസ്തു ഉണ്ടെന്ന് കരുതുക, ഒരു ബ്ലോക്ക്. ഈ പോയിന്റിൽ നിങ്ങൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. യു ആർ അപ്ലൈയിങ് എ ഫോഴ്സ്. അപ്പം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിന്റ് ഇതാണ്.
അതുകൊണ്ട് ഇതിന് വിളിക്കുന്ന പേര് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് എന്നാണ്. നൗ ഈ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണ്. അതായത് ഈ പോയിന്റിന് ഈ ലൊക്കേഷനിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് ആ പോയിന്റ് മാറി എന്ന് കരുതുക. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഈ ബോഡി നീങ്ങിയിട്ടുണ്ടായിരിക്കണം, എന്നാൽ മാത്രമല്ലേ ഈ പോയിന്റ് മറ്റൊരു പോയിന്റിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുക. ഫോർ എക്സാമ്പിൾ ഇതിപ്പം ഇവിടെ ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ പോയിന്റ് ഇവിടെ എത്തി, ഇവിടെ ഉണ്ടായിരുന്ന ഈ പോയിന്റ് ഇവിടേക്ക് എത്തി. അതിനർത്ഥം ഈ വസ്തുവിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി എന്നാണ്. അങ്ങനെയെങ്കിൽ ഇതതിൻ്റെ ഇനീഷ്യൽ ലൊക്കേഷനാണ്, ഇതതിൻ്റെ ഫൈനൽ ലൊക്കേഷനാണ്. ഈ ഇനീഷ്യൽ ലൊക്കേഷനും ഫൈനൽ ലൊക്കേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എസ് എന്ന് വിചാരിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ്. കാരണം ഇനീഷ്യൽ ലൊക്കേഷനും ഫൈനൽ ലൊക്കേഷനും തമ്മിൽ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയെങ്കിൽ ഈ ഫോഴ്സ് കാരണം ഈ വസ്തുവിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. നമുക്കതെങ്ങനെ ഉറപ്പിക്കാം? അതിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ഗെറ്റ്സ് ചേഞ്ച്ഡ്. അതിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്ന ഈ പോയിന്റിന് ചേഞ്ച് സംഭവിച്ചു, അതായത് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. ആ പോയിന്റിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി, അതുകൊണ്ട് ആ വസ്തുവിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ ഈ ഫോഴ്സ് അവിടെ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് കണക്കാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ ഫോഴ്സ് ചെയ്ത പ്രവൃത്തി എത്രയാണ് എന്നൊരാൾ ചോദിച്ചാൽ ഫിസിക്സ് പറയുന്നത് ഈ ഫോഴ്സും ഈ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള പ്രൊഡക്റ്റിന് ഈക്വലാണ്. ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ്, ഈ പെർട്ടിക്കുലർ കേസിൽ ഇവിടുത്തെ വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്, അങ്ങനെയാണ് എഴുതുക. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. ഈ ഫോഴ്സ് ചെയ്ത പ്രവൃത്തി എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ W. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ് ഇറ്റ് ഈസ് ജസ്റ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള പ്രൊഡക്റ്റിന് ഈക്വലാണ് ആ ഫോഴ്സ് ചെയ്ത പ്രവൃത്തി എന്നുള്ളത് ഈ പെർട്ടിക്കുലർ കേസിൽ. എന്താ ഈ പെർട്ടിക്കുലർ കേസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ സാധിക്കും, ഫോഴ്സ് അപ്ലൈ ചെയ്തത് ഇവിടുന്ന് അങ്ങോട്ടാണ്, അതേ ഡിറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത്. സോ ഫോഴ്സിൻ്റെ ഡിറക്ഷനും ആ ഫോഴ്സ് കൊണ്ടുണ്ടായിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡിറക്ഷനിലാണ്. If force and displacement are in the same direction, then we can say the work done by that force is equal to just the product of force and displacement. ഈ രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷനാണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. 9ാം ക്ലാസ്സിലൊക്കെ 9th സ്റ്റാൻഡേർഡിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇങ്ങനെയാവും പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്, അല്ലേ? ബലം എന്ന് പറയുന്നത് ഫോഴ്സാണ്, സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ബലം ഇൻറ്റു സ്ഥാനാന്തരം, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതാണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഇക്വേഷൻ വാലിഡ് ആവുന്നത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രമാണ്. വാട്ട് ഈസ് ദാറ്റ് സിറ്റുവേഷൻ? ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡിറക്ഷനിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക. ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡിറക്ഷൻ ശ്രദ്ധിക്കൂ, അതേ ഡിറക്ഷനിൽ തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത്. ഇങ്ങനെ ഒരു സ്പെഷ്യൽ കേസിൽ മാത്രമാണ് ആക്ച്വലി ഈ ഇക്വേഷൻ വാലിഡ് ആയിട്ടുള്ളത്. നമുക്ക് +1 ഫിസിക്സിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടെ ജനറലായിട്ട് പഠിക്കാം, കുറച്ചുകൂടെ ജനറലായിട്ട് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും ഒരു ഡിറക്ഷനിൽ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഫോഴ്സ് ഒരു ഡിറക്ഷനിൽ ആക്ട് ചെയ്യുന്നു, പക്ഷെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സിൻ്റെ തന്നെ ഡിറക്ഷൻ അല്ലാതെ മറ്റേതെങ്കിലും ഡിറക്ഷനിലാണ് എന്ന് നിങ്ങൾ കരുതുക. ഇൻ സച്ച് കേസ് എങ്ങനെ നമുക്ക് വർക്ക് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പം അതിനായി നമ്മൾ ഒരു ജനറൽ കേസ് കൺസിഡർ ചെയ്യാം. ആൻഡ് ഇൻ സിറ്റുവേഷൻ ലുക്ക് അറ്റ് ദിസ്, ഇതൊരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെയാണ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഈ ഡിറക്ഷനിലാണ് കരുതുക. സോ ദിസ് ഈസ് ദ ഡിറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. ഓക്കെ, ഇങ്ങനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തത് കാരണം ഈ പോയിന്റ് ഇങ്ങ് ഡിസ്പ്ലേസ് ചെയ്തു, ഇവിടെ വന്നു, ഒബ്ജക്റ്റ് ഇങ്ങ് നീങ്ങി ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ട്രോളിയൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷൻ ആലോചിക്കൂ. നമ്മുടെ അടുത്തൊരു ബാഗ്, ട്രോളി പോലത്തെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വലിക്കുന്നത്, പക്ഷെ ഡിസ്പ്ലേസ്മെൻറ്റ്
ആ ഡിറക്ഷനിലല്ല. നമ്മൾ ഇങ്ങോട്ട് വലിക്കുമെങ്കിലും ട്രോളി നീങ്ങുന്നത് ഈ ഡിറക്ഷനിലാണ്. ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കേസ്. ജനറൽ കേസാണ്. ഫോഴ്സ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്രം ഹിയർ ടു ദർ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എസ്. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കൂ, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡിറക്ഷനിലല്ല. ഫോഴ്സിൻ്റെ ഡിറക്ഷൻ അങ്ങോട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് ഡിറക്ഷൻ ഇങ്ങോട്ടും. ഇവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ സേ തീറ്റ ആണെന്ന് കരുതുക. ദ ആംഗിൾ മെയ്ഡ് ബൈ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ചോദ്യം, ആരാണ് ഈ വർക്ക് ചെയ്തത്? ഈ വർക്ക് ചെയ്തത് ഈ ഫോഴ്സ് ആണോ എന്നൊരു ചോദ്യം നമ്മളോട് സ്ട്രിക്റ്റ് ആയിട്ട് ചോദിച്ചാൽ നമുക്കൊരു സംശയം ഒരു പക്ഷേ വരാം. ഈ ഫോഴ്സ് ആണോ ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് കാരണം എന്ന് ചോദിച്ചാൽ, ഈ ഫോഴ്സ് മുഴുവനായിട്ടും ആ ഡിസ്പ്ലേസ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എന്ന് ഞാൻ പറയും. എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നോക്കൂ, ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡിറക്ഷനിലാണ്. ഫോഴ്സിന് 2 കമ്പോണൻസ് ആയിട്ട് നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാം. എന്താണ് കമ്പോണൻസ് എന്നൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയെ മറ്റ് 2 വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ സമ്മായി എഴുതുന്ന പ്രോസസ്സിനെയാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയെ മറ്റ് 2 വെക്റ്റേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതാൻ സാധിച്ചാൽ ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് റെസല്യൂഷൻ ഓഫ് എ വെക്റ്റർ. അങ്ങനെ സമ്മായി എഴുതിയുള്ള 2 വെക്റ്റേഴ്സിന് വിളിക്കുന്ന പേരാണ് കമ്പോണൻസ് ഓഫ് ദ ഗിവൺ വെക്റ്റർ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എഫ് എന്ന് പറയുന്ന ഫോഴ്സിന് നിങ്ങൾക്ക് 2 കമ്പോണൻ്റ് ആക്കാം. നോക്കൂ, ഒന്ന് ഈ ഡിറക്ഷനിലൊരു കമ്പോണൻ്റ് പറയാം, ഇങ്ങനൊരു കമ്പോണൻ്റ് പറയാം, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് ഒരു കമ്പോണൻ്റ് പറയാം. ശരിയല്ലേ? ഈ ഫോഴ്സിന് 2 കമ്പോണൻ്റ് ആയിട്ട് അതിനെ റിസോൾവ് ചെയ്തു. നോക്കൂ, ഇത് പ്ലസ് ഇത്, ഈ 2 കമ്പോണൻസ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫോഴ്സ് കിട്ടും. അതുകൊണ്ട് യു ക്യാൻ സേ ദാറ്റ് ദീസ് 2 തിങ്സ് ആർ ദ കമ്പോണൻറ്റ് ഓഫ് ദിസ് ഫോഴ്സ്. ഈ ഫോഴ്സിൻ്റെ കമ്പോണൻസ് ആണ് ഇവർ 2 പേരും. അതിലൊരു കമ്പോണൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിളിനോട് എടുത്ത് കിടക്കുന്ന കമ്പോണൻറ്റ് കോസ് കമ്പോണൻ്റ് ആയിരിക്കും. ആംഗിളിൽ നിന്ന് വിട്ട് കിടക്കുന്ന കമ്പോണൻറ്റ് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. ഐ ടോട്ട് യു. അപ്പോൾ നോക്കൂ, ഇതെന്ന് പറയുന്നത്, ഈ താഴെ കാണിച്ചിരിക്കുന്ന ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണൻ്റ് ആയിരിക്കും, ആംഗിളിനോട് എടുത്ത് കിടക്കുന്ന കമ്പോണൻറ്റ്. മുകളിലേക്ക് കാണുന്ന ഈ കമ്പോണൻറ്റ് എഫ് സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫോഴ്സിനെ 2 കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്തു. അങ്ങനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി ആ ഫോഴ്സിനെ പറ്റി കൺസിഡർ ചെയ്യേണ്ട, ആ കമ്പോണൻ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ആലോചിച്ചാൽ മതി. ഇവിടെ ശ്രദ്ധിക്കുക, ഈ എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിറക്ഷനിലാണ്. ശരിയല്ലേ? ആ കമ്പോണൻ്റ് ആണ് ആക്ച്വലി ഈ ഒബ്ജക്റ്റിനെ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തത് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഫോഴ്സ് മുഴുവനായിട്ടുമല്ല, ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻ്റ് മാത്രമേ ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്, ഈ ഫോഴ്സ് ചെയ്ത പ്രവൃത്തി എത്രയാണെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഈ ഫോഴ്സിൻ്റെ ഈ കമ്പോണൻ്റാണ് പ്രവൃത്തി ചെയ്തത്. അപ്പോൾ അയാൾ ചെയ്ത പ്രവൃത്തിയെ പറ്റി മാത്രം സംസാരിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ജനറൽ ആയിട്ടുള്ളൊരു കേസിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പാരലൽ അല്ലാതിരിക്കുന്ന, ഒരേ ഡിറക്ഷനിൽ അല്ലാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ ആക്ച്വലി എങ്ങനെയാണ് പ്രവൃത്തി കാണേണ്ടത്, വർക്ക് കാണേണ്ടത്? ഫോഴ്സിന് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിറക്ഷനിലുള്ള കമ്പോണൻ്റ് എത്രയാണെന്ന് നോക്കുക. ഈ കേസിൽ നമുക്ക് കാണാൻ സാധിക്കും ദാറ്റ് കമ്പോണൻ്റ് ഇസ് എഫ് കോസ് തീറ്റ. ഓക്കെ, സോ ആ കമ്പോണൻ്റ് ആണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കൂ, എഫ് സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണൻ്റ് ഉണ്ട്. ദറ്റ് ഈസ് എഫ് സൈൻ തീറ്റ, വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ആ കമ്പോണൻ്റ് ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് വൺ ക്യാൻ സേ ദാറ്റ് ഈ കമ്പോണൻ്റ് ഈ പ്രവൃത്തിയിൽ, ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഉണ്ടായിട്ടില്ല. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റിന് പെർപെൻഡിക്കുലറായി വരുന്ന കമ്പോണൻറ്റ് ഒരു കാരണവശാലും പ്രവൃത്തിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, വർക്ക് എന്ന് പറയുന്ന സംഭവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഈ കമ്പോണൻറ്റിന് ഒരു ഇഫക്റ്റും ഈ വസ്തുവിൻ്റെ മുകളിൽ ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് ഈ ഡിറക്ഷണൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ. ഈ വസ്തുവിൻ്റെ ഹൊറിസോണ്ടൽ ഡിറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൽ ഈ പറയുന്ന സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സിന് ഒരു ഇഫക്റ്റും ഉണ്ടാക്കുവാനായി സാധിക്കുന്നില്ല. എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണൻ്റാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്,
കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഡബ്ല്യു, ഡബ്ല്യു. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ ഫോഴ്സ് മുഴുവനായിട്ടും വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ് ഇവിടെ വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ജസ്റ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് എഫ് കോസ് തീറ്റ ഇൻറ്റു എസ്. ഇങ്ങനെയാണ് അവിടെ വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ടത്. കാരണം എഫ് കോസ് തീറ്റ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻ്റ് ആണ്. പാരലായി വന്നതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. എഫ് കോസ് തീറ്റ മൾട്ടിപ്ലൈഡ് വിത്ത് എസ് എന്ന് കൺസിഡർ ചെയ്താൽ മതി. സോ ദിസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു കോസ് തീറ്റ. സോ ഇതാണ് ജനറൽ ഇക്വേഷൻ ഫോർ ഇവാലുവേറ്റിംഗ് ദ വർക്ക് ഡൺ. വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ശരിയായിട്ടുള്ള ഇക്വേഷൻ, ദ മോസ്റ്റ് ജനറൽ ഇക്വേഷൻ ഇതാണ്. W is equal to F into S into cos theta. What is F? The force. What is S? The displacement. What is cos theta? Cosine of angle between force and displacement. Cosine of the angle between force and displacement. So W is equal to F S cos theta എന്ന് കാണാനായിട്ട് സാധിക്കും. This can also be rewritten because all of you know the expansion of A dot B. A dot B is equal to AB cos theta. A dot B എന്ന് പറയുന്നത് AB cos theta ആണ്. മോഡുലസ് ഓഫ് A ഇൻറ്റു മോഡുലസ് ഓഫ് B ഇൻറ്റു cos theta. അതുപോലെയാണ് ഇക്വേഷൻ വന്നിരിക്കുന്നത് എഫ് എസ് cos theta. F is a vector. സോ ഇവിടെ എഫ് എന്ന് കാണിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടറിനെയാണ്. എസ് എന്ന് കാണിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. cos theta is the cosine of angle between F and S. Therefore I can say immediately this is equal to W is equal to vector F dot vector S. ഇങ്ങനെ എഴുതാനും സാധിക്കും. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റാണ് എന്ന് പറയുന്നതും വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച 9ാം ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വർക്ക് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ഒരു സ്പെഷ്യൽ കേസ് മാത്രമാണ്. ആ സ്പെഷ്യൽ കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് വർക്ക് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. പക്ഷെ നമ്മൾ പറയേണ്ടത് അത് കേവലം ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള പ്രൊഡക്റ്റ് മാത്രമല്ല. ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ആരൊക്കെ തമ്മിലുള്ള പ്രൊഡക്റ്റാണ്? ഫോഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ്, കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ മൂന്നെണ്ണം കൂടെയുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ പറയേണ്ടത്. ഇറ്റ് ഈസ് എ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വർക്ക് കാണാനുള്ള ഡെഫിനിഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എങ്ങനെ വർക്ക് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം? വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവർ തമ്മിലുള്ള പ്രൊഡക്റ്റാണ്. സോ ജനറലായിട്ട് എഴുതുമ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ്, നോക്കൂ, കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇത്രയും സാധനത്തെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? മൾട്ടിപ്ലൈഡ് വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവർ തമ്മിലുള്ള പ്രൊഡക്റ്റാണ് കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് ദ ജനറൽ എക്സ്പ്രഷൻ ഓർ ഡെഫിനിഷൻ ഓഫ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫോഴ്സിൻ്റെ കമ്പോണൻറ്റിനെയാണ് പരിഗണിക്കേണ്ടത്. ഏത് ഡിറക്ഷനിലുള്ള കമ്പോണൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിറക്ഷനിലുള്ള കമ്പോണൻറ്റ്. അതെന്തിനാണ് അങ്ങനെ പരിഗണിക്കുന്നത്? ബിക്കോസ് ഓൺലി ദാറ്റ് കമ്പോണൻറ്റ് ഈസ് ഡൂയിങ് ആക്ച്വൽ വർക്ക്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ ആ കമ്പോണൻ്റാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു കമ്പോണൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിന് ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിറക്ഷനിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. അതുകൊണ്ട് ഇദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ആരാണ് വർക്ക് ചെയ്യുന്നത്? ഈ കമ്പോണൻ്റാണ്. എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണൻ്റാണ് ഇവിടുത്തെ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കേണ്ടത്. കാരണം ആ കമ്പോണൻ്റ് കൊണ്ടാണ് ഈ വസ്തുവിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ W is equal to എഫ് എസ് കോസ് തീറ്റ എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് എന്ന് എഴുതിയത്. ഈ ഇക്വേഷൻ്റെ ഭാഗമായിട്ടാണ് എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് എന്ന് എഴുതിയത്. ഓർ എഫ് എസ് കോസ് തീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ എഫ് ഡോട്ട് എസ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എഫ് എഴുതുന്ന സമയത്ത് ഞാൻ മുകളിൽ വര വരച്ചു, എസ് എഴുതുന്ന സമയത്ത് മുകളിൽ വര വരച്ചു. ബിക്കോസ് ദേ ആർ വെക്ടേഴ്സ്, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, ദേ ആർ വെക്ടേഴ്സ്. പക്ഷെ W എഴുതുന്ന സമയത്ത് ഞാൻ മുകളിൽ വര വരച്ചില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഫോഴ്സ് വെക്ടറാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്, കാര്യം ശരി തന്നെ. പക്ഷേ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഇത് ഒരു ഡോട്ട് പ്രൊഡക്റ്റാണ്. ഡോട്ട് പ്രൊഡക്റ്റ് ഒരു സ്കേലാർ പ്രൊഡക്റ്റാണ്. റിസൾട്ട് ഇസ് എ സ്കേലാർ. ഇവർ രണ്ടുപേരും വെക്ടേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ദർഫോർ W is equal to എഫ് ഡോട്ട് എസ് എഴുതുമ്പോൾ Wയുടെ മുകളിൽ വര വരയ്ക്കുവാൻ പാടുള്ളതല്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ദിസ് ഇസ് എ മോസ്റ്റ് ജനറൽ ഇക്വേഷൻ. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ ആദ്യത്തെ സന്ദർഭം ആലോചിക്കുക. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരു ഡിറക്ഷനിലാണ്. ലുക്ക് അറ്റ് ദാറ്റ് എക്സാമ്പിൾ. ഫോഴ്സ് ഈ ഡിറക്ഷനിലാണ്, ഡിസ്പ്ലേസ്മെൻറ്റും അതേ ഡിറക്ഷനിലാണെന്ന് കരുതുക. ഒരു വസ്തുവിൻ്റെ മുകളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ദിസ് ഇസ് എ ഫോഴ്സ്. ആ ഫോഴ്സ് കൊണ്ട് അതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു. ആൻഡ് ദിസ് ഇസ് എ ഡിസ്പ്ലേസ്മെൻറ്റ്. ബോത്ത് ആർ ഇൻ ദ സെയിം ഡിറക്ഷൻ എന്ന് പരിഗണിക്കൂ. ഇൻ സച്ച് കേസ്, വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ്? ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സസ് 0 ഡിഗ്രി. ശരിയല്ലേ? രണ്ടുപേരും പാരലാണ്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ ദിസ് കേസ്? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് ഇക്വേഷൻ. അതിൽ തീറ്റയ്ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് 0 ഡിഗ്രി എന്ന് കിട്ടും. കോസ് 0 ഈസ് 1, ഓൾ ഓഫ് യു നോ. സോ ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരു ഡിറക്ഷനിലാണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ജസ്റ്റ് പ്രോഡക്റ്റാണ്. കാരണം ഈ ഫോഴ്സ് മുഴുവനും ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ പ്രോഡക്റ്റാണ് എടുത്തത്. ദിസ് ഇസ് ദ ഹൈസ്കൂൾ ഡെഫിനിഷൻ ദാറ്റ് വി ടോട്ട്, നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈസ്കൂൾ ഡെഫിനിഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ദിസ് ഈസ് എ സ്പെഷ്യൽ കേസ്. ഓക്കെ, ഈ ഇക്വേഷനാണ് ജനറൽ, ഇതെൻ്റെ സ്പെഷ്യൽ കേസാണ്. And you get another example. If force and displacement are mutually perpendicular, say this is the displacement S and this is the force. എന്ന് വിചാരിക്കുക, ഫോഴ്സ് ഇങ്ങനെയും ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെയും. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഈ ഫിഗർ കണ്ടാൽ അറിയും, ഇറ്റ് ഈസ് 90 ഡിഗ്രി. ദേ ആർ ഓർത്തോഗണൽ. 90 ഡിഗ്രിയാണ് ഉള്ളത്. Therefore work done is equal to F into S into cos 90 degree. All of you know cos 90 is 0. cos 90 0 ആണ്. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് മൊത്തം 0 ആയി പോവും. ഇറ്റ് വാനിഷസ്. ഇറ്റ്സ് 0. സോ if force and displacement are mutually perpendicular, then work done by that force is 0. ആ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ ആ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എത്രയെന്ന് വെച്ചാൽ 0 ആണ്. അതെന്തുകൊണ്ട് അത് 0 ആയിപ്പോയത്? നൗ യു ക്യാൻ തിങ്ക്. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നോക്കൂ, ഈ ഫോഴ്സ് ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാനുള്ള കാരണം ഈ ഫോഴ്സ് അല്ല, മറ്റെന്തോ കാരണം കൊണ്ടാണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. മറ്റേതോ ഫോഴ്സ് കൊണ്ടാണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കുക. അല്ലാതെ ഈ കാണിച്ചിരിക്കുന്ന ഫോഴ്സ് കൊണ്ട് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ നിങ്ങളോട് ഇവിടുത്തെ കേസിൽ പറഞ്ഞിരുന്നു, എഫ് സൈൻ തീറ്റ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഒരു ഡിസ്പ്ലേസ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ് ഒരിക്കലും ആ ഡിസ്പ്ലേസ്മെൻറ്റിന് മുകളിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല, ആ ഡിസ്പ്ലേസ്മെൻറ്റിന് കാരണക്കാരനായി തീരുന്നില്ല. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് കാരണം ഈ ഫോഴ്സ് അല്ല, മറ്റേതോ ഫോഴ്സോ അല്ലെങ്കിൽ മറ്റെന്തോ കാരണങ്ങളായിരിക്കാം. അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് എത്രയാണെന്നാണ്. വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഇസ് 0. ഈ ഫോഴ്സ് ഉണ്ടാക്കിയ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല ഇത്. അതുകൊണ്ട് ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് കാരണം ഇദ്ദേഹമല്ല. അതുകൊണ്ട് ഈ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. മനസ്സിലായല്ലോ? അതാണ് കൺസെപ്റ്റ്. ഇപ്പോൾ ഫിസിക്സിൽ വർക്ക് എന്ന് പറയുന്ന ഐഡിയ ഡിഫൈൻ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മൾ സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിലല്ല. ഇപ്പം ചിലർ മലയാളത്തിൽ പറയുമ്പോൾ പറയാറുണ്ട് അത് പ്രവൃത്തിയാണ്, ഇത് പ്രവൃത്തിയാണ് എന്നുള്ളത്. നിങ്ങൾ വാക്ക് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. പ്രവർത്തി എഴുതുമ്പോഴേ ഇങ്ങനെയാണ് എഴുതുക. നമ്മൾ സാധാരണ പറയുന്നത് പ്രവൃത്തിയാണ്, ഇത് പ്രവൃത്തിയാണെന്ന്. അങ്ങനെ പറയാറുണ്ട്.
സോ ഫിസിക്സിലുള്ളത് പ്രവൃത്തിയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ എ സ്പെഷ്യൽ മാനർ. ഒരു പ്രത്യേക രീതിയിലാണ് ഇത് നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. ഫോഴ്സ് കൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനൊരു എക്സാമ്പിൾ നമ്മളിപ്പോഴും പറയാറുള്ളത്, ഒരാൾ തലയിൽ ഭാരമേറ്റി നിൽക്കുന്നു, ലെവൽ റോഡിലൂടെ നടന്നു പോകുന്നു, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ സ്മൂത്ത് സർഫസിലൂടെ അദ്ദേഹം നടന്നു പോകുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഭാരമേറ്റി നടന്നു പോകുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴത്തേക്കാണ്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. സോ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി 0 ആണ്. ഇനി വർക്ക് ഡൺ ബൈ ഹിം, അദ്ദേഹം ചെയ്ത വർക്ക് എന്തായിരിക്കും? അദ്ദേഹം മുകളിലേക്ക് ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്, ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയി, അതിൻ്റെ വെയിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം മുകളിലേക്ക് ബലം പ്രയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഡിറക്ഷനിലാണ്. അപ്പോൾ അദ്ദേഹം മുകളിലേക്ക് ബലം പ്രയോഗിക്കുന്നു, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് അതിന് പെർപെൻഡിക്കുലർ ഡിറക്ഷനിൽ ഉണ്ടായതുകൊണ്ട് അവിടെയും പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കാൻ സാധ്യമല്ല. വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിട്ടാണ് സാധാരണ രീതിയിൽ കണക്കാക്കാറുള്ളത്. അപ്പോൾ ഒരു തലയിൽ ഭാരമേറ്റി നിൽക്കുന്ന ഒരു വ്യക്തി ഒരു ലെവൽ റോഡിലൂടെ നടക്കുമ്പോൾ ചെയ്ത പ്രവൃത്തി 0 എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല ഇവിടെ വർക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ എ സ്പെഷ്യൽ മാനർ ആൻഡ് അണ്ടർ ദ അസംഷൻ ദാറ്റ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഫോഴ്സിന് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിറക്ഷനിൽ വർക്ക് ചെയ്യാനായിട്ട് സാധ്യമല്ല എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. So this is the most general equation for work done. It is a scalar quantity and the special cases രണ്ടും മ്യൂച്വലി പാരലൽ ആവുന്ന സമയത്ത് F into S ആണ് നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ച ഇക്വേഷൻ. ആൻഡ് ഇഫ് ദേ ആർ പെർപെൻഡിക്കുലർ then work done is equal to 0 എന്ന് കാണാനായിട്ട് സാധിക്കും. And this is the basic definition of work done.